ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജിം ലവ്. നമ്മൾ കുറച്ച് ഗ്യാപ്പ് എടുത്തു അടുത്ത വീഡിയോ വരാനായിട്ട്. കാരണം എന്താന്ന് വെച്ചാൽ കുറച്ച് പരിപാടികൾ, ഓണപരിപാടികളും എന്താ പറയുക, കണ്ണിന് ചെറിയൊരു ഇൻഫെക്ഷനും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളായിട്ട് ലീവ് എടുക്കേണ്ടി വന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് എന്താന്ന് വെച്ചാൽ ബാക്ക് ആൻഡ് ബൈസെപ്സ്. അതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വർക്കൗട്ടിലോട്ട് കയറാം. അപ്പോൾ നമ്മുടെ ലെവൽ 3 ബാക്ക് ആൻഡ് ബൈസ് തുടങ്ങാൻ പോവുകയാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഗൈസ്, നമ്മൾ കോളേജ് കഴിഞ്ഞ് സ്ട്രേറ്റ് ഇങ്ങോട്ട് വന്നതാണ് ഗൈസ്. നല്ല ക്ഷീണമുണ്ട്, കിടന്ന് ഉറങ്ങാൻ തോന്നുന്നുണ്ട്. ബട്ട് വർക്കൗട്ട് ആൻഡ് വീഡിയോ ഇത് രണ്ടും എടുക്കണം. വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്താ നേരെ നോക്കുമ്പോൾ കാണുന്നേ? അങ്ങോട്ടൊന്നും ജിമ്മിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന കാഴ്ചയാണ്. ആണെന്ന് പെമ്പിള്ളാർക്ക് അതിലല്ലോ, പെമ്പിള്ളാരൊക്കെ വന്നിട്ട് ഒരു ജട്ടി ഇട്ടിട്ട് വെളിയിൽ നിൽക്കുന്നത്. എന്തത്, എന്തൊക്കെയാണ് നടക്കുന്നത്? ടോക്കിയുടെ പരസ്യം കൊണ്ട് വെക്കാൻ കേട്ട സ്ഥലം. പയ്യെ പയ്യെ ചെയ്യും. ഹലോ ഗൈസ്, അത് ഒക്കെ തിളങ്ങുന്നതായിരുന്നു. എക്സ്പോഷർ ഭയങ്കര കൂടുതലാണ്. വെട്ടടിച്ചിട്ടാ മുടിയൊക്കെ പൊഴിഞ്ഞു പോയി ഗൈസ്. ബാംഗ്ലൂരും മൈസൂരും ഒക്കെ നിൽക്കുന്നവരുടെ അവസ്ഥ ഇതൊക്കെ അല്ല. മുടിയൊക്കെ പൊഴിഞ്ഞൊക്കെ പോവുക. ഇത് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാം? നാട്ടിൽ പോയിട്ട് വന്നുകൊണ്ട് ടാനായി. ഉദാഹരണം പറഞ്ഞാൽ ഇതെന്തത്, എക്സ്പോഷർ ഭയങ്കര കൂടുതലാണല്ലോ. കുറച്ച് ഇപ്പൊ കാണാം. ഈ ടാൻ മാറാൻ നിങ്ങളുടെ കയ്യിൽ വല്ല വഴിയുണ്ടെങ്കിൽ പറഞ്ഞു തരേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഒരു വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ നെക്സ്റ്റ് വർക്കൗട്ടിലോട്ട് കിടക്കുകയാണ്. അതിന് മുമ്പ് നീ ചെയ്തണ്ട ചെയ്യും. ആഹാ, നിങ്ങൾക്കിത് കാണാമോ ഗൈസ്? നമ്മൾ നെക്സ്റ്റ് വർക്കൗട്ടിലോട്ട് കിടക്കുകയാണ്. Next workout. Let's begin. But this actually bad and bad.
മാറിപ്പോയി. വർക്കൗട്ട് ചെയ്യാതെ കളിക്കരുത്. അതായത് ഗൈസ്, നമ്മൾ ജിമ്മിലൊക്കെ എല്ലാ ദിവസവും വരേണ്ടതാണ്. ചില പ്രത്യേക സാഹചര്യങ്ങൾ ഞാൻ പറയട്ടെ, എൻ്റെ ഇമ്മ്യൂണിറ്റിയുടെ ലെവൽ അനുസരിച്ച് എപ്പോഴെപ്പോഴും അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മളത് കാര്യമായിട്ട് എടുക്കണം ചില സമയത്ത്. കാരണം കണ്ണിൻ്റെ കാര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ണിൽ കോർണിയല്ലോ ഈ സാധനം. ഇറ്റ് വാസ് ലൈക്ക് ഒരു 1 വീക്ക് റെഡായിട്ടിരിക്കുകയായിരുന്നു. റെഡായിട്ടിരുന്ന് കഴിഞ്ഞിട്ട് ദിസ് വൺ ഭയങ്കര ഡിച്ചിങ് ആയിട്ട് ഇൻഫ്ലമേഷൻ നടന്നു അവിടെ. അപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ആശുപത്രി പോകേണ്ടി വന്നത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് നാളത്തേക്ക് ജിമ്മിൽ നിന്ന് ലീവ് എടുക്കേണ്ടി വന്നു. ബട്ട് ആൻഡ് ഓൾസോ നമ്മൾ വന്നു, ബട്ട് ചില സമയത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം കോളേജിലൊക്കെ സ്പോർട്സ് ഡേ നടന്നായിരുന്നു. അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ കാരണം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് we will be doing video from this week, so stay tuned, always stay tuned. വർക്കൗട്ട് ഒക്കെ കണ്ടിരിക്കുക. നല്ല കാറ്റുണ്ട് പുറത്ത്. ഞാൻ എൻ്റെ വർക്കൗട്ട് തുടങ്ങട്ടെ. ഓക്കെ, എന്നിൽ നിന്നും പറന്നകന്നൊരു ജീവചൈതന്യം. റൂമിലേക്ക് പല ലൈറ്റ്, പല സൈഡിൽ പല ലൈറ്റ്. എന്തല്ലേ, ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഈ സൈഡിൽ നിന്ന് വരുന്ന വെട്ടമാണ് സ്യൂറബിൾ. ഇത്ര വെയിറ്റ് ഉണ്ടായിരുന്നു. വെയിറ്റ് വല്ലാണ്ട് തോന്നുന്നു. ബൈസെപ്സ് തുടങ്ങുകയാണ് ഗൈസ്. ഒന്ന് രണ്ട് ഇതുപോലെ 2 സെറ്റ് കൂടെ ചെയ്യുക. അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് കയറാം. ഓക്കെ, ഈ ലൈറ്റ് കുഴപ്പമില്ല, രസമുണ്ട്. I think
അപ്പോൾ ബൈസെപ്സിൻ്റെ നെക്സ്റ്റ് വർക്കൗട്ട് ഹാമർ കേഴ്സ്. ഇതൊരു 3 സെറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തതിലോട്ട് കയറാം. ഓൾറൈറ്റ്. Second set. That's it. Do it. Alright. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. സോ that was it. ബാക്ക് ആൻഡ് ബൈസെപ്സ്. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.